ധർമ്മസ്ഥല അന്വേഷണത്തിൽ യു ടേൺ സംഭവിക്കുകയാണ്. ധർമ്മസ്ഥലയിലേത് വ്യാജ വെളിപ്പെടുത്തൽ എന്ന സൂചന ഇപ്പോൾ ശക്തിപ്പെടുകയാണ്. അജ്ഞാതനായ പരാതിക്കാരനെ അറസ്റ്റ് ചെയ്ത് അന്വേഷണ സംഘം ഇപ്പോൾ കൂടുതൽ പുതിയ നടപടികളിലേക്ക് കടക്കുന്നു. വ്യാജ വെളിപ്പെടുത്തൽ നടത്തിയ ആളുടെ പേര് പുറത്തുവിട്ടു. CN ചിന്നയ്യയാണ് അജ്ഞാതനായ പരാതിക്കാരൻ എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മകളെ കാണാനില്ലെന്ന് പറഞ്ഞത് ഭീഷണിക്ക് വഴങ്ങിയെന്ന് സുജാത ഭട്ട് എന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തലും അതിനിടയിൽ വരുന്നുണ്ട്. അനന്യ ഭട്ട് എന്നൊരു മകൾ തനിക്കില്ല എന്നാണ് സുജാത ഭട്ട് വ്യക്തമാക്കുന്നു. KB ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, രാജ്യമാകെ ഞെട്ടിയൊരു വാർത്തയാണ്. മാത്രമല്ല വലിയ രാഷ്ട്രീയമായ ഇടപെടലുകളൊക്കെ ആദ്യഘട്ടം മുതൽ ഉണ്ടായ ഒരു വിവാദമാണ്. ആ വിവാദത്തിൽ 100-ലധികം പേർ സ്ത്രീകൾ കൊല്ലപ്പെട്ടു. അതിൽ പൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കമുണ്ട്. അവരെല്ലാം ക്രൂരമായ ബലാത്സംഗത്തിനിരയായി. അവരെയെല്ലാം ഞാൻ കുഴിച്ചിട്ടു എന്നതാണ് ഒരു ശുചീകരണ തൊഴിലാളി പറഞ്ഞത്. ആ പറഞ്ഞയാൾ തന്നെയാണോ ഇപ്പോൾ അറസ്റ്റിലാകുന്നത്? ആകെ കള്ളമായിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയാണോ? തീർച്ചയായിട്ടും ഈ വെളിപ്പെടുത്തലുമായി വന്ന ശുചീകരണ തൊഴിലാളി പറഞ്ഞതെല്ലാം വ്യാജമാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് ഇയാൾ നടത്തിയ വെളിപ്പെടുത്തൽ മറ്റാരുടെയോ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ സാക്ഷി ആയിട്ടോ അല്ലെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഇതോടുകൂടി സാക്ഷികൾക്ക് നൽകുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ ഇയാൾക്ക് പിൻവലിക്കുകയും ചെയ്തു SIT. ചിന്നയ്യ എന്ന് പറയുന്ന ഈ ധർമ്മസ്ഥലയിൽ മുൻപ് ഉണ്ടായിരുന്ന ശുചീകരണ തൊഴിലാളിയാണ് ഈ വെളിപ്പെടുത്തലുമായിട്ട് രംഗത്ത് വന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഇയാളുടെ വെളിപ്പെടുത്തലിന് തൊട്ട് പിന്നാലെയാണ് ഈ ഒരു തിരക്കഥ പോലെ തന്നെ സുജാത ഭട്ട് എന്നുള്ള ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ വന്ന് തന്റെ മകളും സമാന രീതിയിൽ കാണാതായിട്ടുണ്ട്. ഭട്ടും ഈ ശുചീകരണ തൊഴിലാളിയും തമ്മിൽ കണക്ഷൻസ് ഉണ്ടോ, ബന്ധങ്ങളുണ്ടോ? അങ്ങനെ സംശയിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ആദ്യം ഒരു ആൾ പരാതിയുമായി വരുന്നു. വലിയ വെളിപ്പെടുത്തൽ എന്ന നിലയിൽ അത് ഗൗരവതരമാണ്, സ്വാഭാവികമാണ്, അത് ചർച്ച ചെയ്യപ്പെടുക സ്വാഭാവികമാണ്. അതിനു പിന്നാലെ മറ്റൊരു സ്ത്രീ തന്റെ മകളെ കാണാനില്ല എന്നത് പരാതിയുമായി വരുന്നു. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്, ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നതാണോ ഇപ്പോൾ സംശയിക്കേണ്ടത്? അല്ലാതെ ഇങ്ങനെ വരില്ലല്ലോ. ഈ സംഭവങ്ങൾക്ക് മുന്നിൽ ഈ വെളിപ്പെടുത്തലിന് പിന്നിലൊക്കെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ അവിടുത്തെ പ്രാദേശിക ഗ്രൂപ്പുകളും ഈ വീരേന്ദ്ര ഹെഗ്ഡെയുടെ ഫാമിലി, അതൊരു ജെയിൻ ഫാമിലിയാണ്, ഇവർ തമ്മിലുള്ള തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് വിഷയങ്ങളൊക്കെ നേരത്തെ നിൽക്കുന്നുണ്ട്. ഈ ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തിമ്മാരോടി, അതുപോലെ തന്നെ ഗിരീഷ് മട്ടന്നവർ തുടങ്ങിയ ആളുകളും ഇവരും ദീർഘകാലമായിട്ട് രണ്ട് വശത്ത് നിന്ന് പോരാടുന്ന ആൾക്കാരാണ്. ഏതായാലും ഇവരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു മൊഴി നൽകിയതെന്നാണ് ഈ സുജാത ഭട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യവുമായി കേസുമായി മുന്നോട്ട് വന്നതെന്നാണ് പറയുന്നത്. ഏതായാലും SIT ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു. അവരോട് SITക്ക് മുൻപിൽ ഹാജരാവാനും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു യൂട്യൂബ് ചാനലിൽ ഇവർ ഒരു പ്രതികരണം നൽകിയത്. അതായത് തനിക്ക് ഇങ്ങനെ ഒരു മകളില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അവർ പറയുന്നു. മുൻപ് അവരൊരു CBI ഉദ്യോഗസ്ഥയാണ്, CBIയിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു എന്നൊക്കെ അവർ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും SIT തുടക്കം മുതൽ തന്നെ ഈ കേസ് പ്രത്യേകമായി തന്നെ നിരീക്ഷിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അനന്യ ഭട്ട് എന്നുള്ള ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത്. ഈ സുജാത ഭട്ട് കാണിച്ച ഫോട്ടോ തന്നെ അനന്യ ഭട്ടിൻ്റെത് എന്ന് പറഞ്ഞ് കാണിച്ച ഫോട്ടോയിൽ തന്നെ പലപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ആദ്യം കാണിച്ച ഫോട്ടോയല്ല പിന്നീട് മകളുടേതെന്ന് പറഞ്ഞ് കാണിച്ച ഫോട്ടോ, ആദ്യം കാണിച്ചത് ഇവരുടെ സഹോദരിയുടെ ഫോട്ടോ ആയിരുന്നു എന്നൊക്കെ പിന്നീട് പുറത്തു വന്നിരുന്നു. ഏതായാലും ഇത് തന്നെ കൊണ്ട് ഗിരീഷ് മട്ടന്നവർ, അതുപോലെ തന്നെ മഹേഷ് തിമ്മാരോടി തുടങ്ങിയ ആളുകൾ, ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ പറഞ്ഞാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തതെന്ന് പറയുന്നു. ഇതോടൊപ്പം ഇവർക്ക് ആദ്യം ഒരു സ്ത്രീയുടെ ശരീരാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തി എന്ന വിവരം പുറത്തു വന്നിരുന്നു. അത് ഇയാൾ പറഞ്ഞതനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് എന്താണ് ഞാൻ വാർത്തകളിൽ KB റിപ്പോർട്ട് ചെയ്തതിൽ ഉൾപ്പെടെ നേരത്തെ മനസ്സിലാക്കുക. അങ്ങനെയാണ് ഓർമ്മ. ആ സ്ത്രീയുടെ മൃതദേഹം പിന്നീട് പുരുഷന്റേതാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് നിന്നാണോ ഈ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്? അതായത് ഈ ധർമ്മസ്ഥലയിൽ പല ആളുകളും അവിടെ വന്ന് ജീവത്യാഗമൊക്കെ ചെയ്യുന്ന, അതായത് ഒരു പുണ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് ജീവത്യാഗം ചെയ്യുന്ന ചില ആളുകൾ, അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളുകളൊക്കെ ഈ ധർമ്മസ്ഥലയിൽ വരാറുണ്ട്. നമ്മൾ ഈ കാശിയിൽ പോയി മരിച്ചാൽ മോക്ഷം കിട്ടും എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള ഒരു വിശ്വാസം പ്രാദേശികമായിട്ട് കർണാടകയിൽ ധർമ്മസ്ഥലയെ ചുറ്റിപ്പറ്റിയുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു വനപ്രദേശമാണ്. അവിടെ ഒന്ന് നിരവധി ആളുകൾ ആത്മഹത്യ ചെയ്യുകയൊക്കെ പതിവ് സംഭവമാണ്. 2003
ശേഷം മാത്രമാണ് ഇവിടെ ക്ഷമിക്കുക 2013 ശേഷം മാത്രമാണ് ഇവിടെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കൃത്യമായിട്ട് സംസ്കരിക്കാൻ ഒരു ശ്മശാനമൊക്കെ ഉണ്ടായിരുന്നത്. പലപ്പോഴും ഈ വനപ്രദേശത്ത് പഞ്ചായത്ത് അധികൃതർ തന്നെ ഈ മൃതദേഹം മറവ് ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടേതായിരിക്കാം ലഭിച്ച ഈ അസ്ഥിപഞ്ജരങ്ങൾ എന്നുള്ളതാണ് നിലവിൽ SITയുടെ ഒരു വിലയിരുത്തൽ. ഏതായാലും ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ദക്ഷിണ കന്നഡ, ഉടുപ്പി, അതുപോലെ തന്നെ കേരളത്തിലെ കാസർഗോഡ് ഇങ്ങനെ സമീപ ജില്ലകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ കാണാതായ ആളുകളെ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ അനന്യ ഭട്ടിന്റെ കേസും അന്വേഷിച്ചിരുന്നു. അതിന്റെയൊക്കെ ഒരു അവസാനം എന്ന രീതിയിലാണ് ഇതിൽ പല ദുരൂഹതകളുണ്ട് ഈ വെളിപ്പെടുത്തലിൽ എന്നുള്ള രീതിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. അങ്ങനെ വീണ്ടും ഈ സാക്ഷിയായ ചിന്നയോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടു. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് SITക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനായില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ ഇപ്പോൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. വൈകാതെ ഇയാളെ SIT തന്നെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന, വിദേശ ഫണ്ടിംഗ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആക്ഷേപം BJP ഉന്നയിക്കുന്നുണ്ടായിരുന്നു. വലിയ ഗൗരവതരമായ സംഭവമാണ്, ഗൗരവമായ ട്വിസ്റ്റാണ്. 100-ലധികം പേരെ ഭീഷണിക്ക് വഴങ്ങി തനിക്ക് സംസ്കരിക്കേണ്ടി വരുന്നു. അവരെല്ലാം സ്ത്രീകളാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. അവരെല്ലാം ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പലരും ഇടയായിട്ടുണ്ട് തുടങ്ങിയ വെളിപ്പെടുത്തലുകളാണ് പോലീസിന് മുന്നിലേക്ക് വന്നത്. പിന്നീട് തുടർ നടപടി ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഈ ശുചീകരണ തൊഴിലാളി മജിസ്ട്രേറ്റിന് മുന്നിൽ ഇക്കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടുള്ള മൊഴി നൽകിയത്. അതിന് പിന്നാലെ വളരെ അപ്രതീക്ഷിതമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘ രൂപീകരണ നീക്കം തീരുമാനം ഉണ്ടാവുകയായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ വിവിധയിടങ്ങളിൽ പരിശോധനകൾ നടത്തിയത്. പക്ഷേ മൃതദേഹ അവശിഷ്ടങ്ങൾ അങ്ങനെ കാര്യമായി കണ്ടെത്തിയിട്ടില്ല. നേരത്തെ KB ശ്രീധരൻ റിപ്പോർട്ട് ചെയ്തതുപോലെ ചിലയിടങ്ങളിൽ നിന്ന് ആത്മഹത്യ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുൻപും ചിലയിടങ്ങളിൽ നിന്ന് മാത്രമാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിന് പിന്നാലെയാണ് ഈ ആരോപണങ്ങളെല്ലാം കളവാണ് എന്ന നിലയിലേക്ക് ഇപ്പോൾ ഈ നിമിഷം അങ്ങനെയാണ് നിൽക്കുന്നത്. ആ നിലയിലേക്ക് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. KB ശ്രീധരനാണ് ബംഗളൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.